ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആർജിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ്. അപ്പം ഗേസ് നമ്മൾ രാവിലെയുള്ള തിരക്ക് പിടിച്ചൊരു ദിവസമാണിന്ന്. തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് കുറച്ച് സന്തോഷമുള്ള ദിവസം കൂടിയാണ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഹാപ്പിയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് ഹാപ്പി ആവുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളി കട്ട് ചെയ്യാനോ ഒന്നിനും നിൽക്കത്തില്ല, കാരണം കണ്ണെഴിയും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം കൂടി ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും തക്കാളിയും കൂടി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ പുട്ടവിക്കാനാണെങ്കിൽ 2 ഐറ്റം മാവാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതായത് ഇപ്പോൾ മൈദാപ്പൊടിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്. ഈ 2 ഐറ്റം പൊടിയും കൂടി എടുത്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുക. പിന്നെ അരിപ്പൊടി വേണമെങ്കിലും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 3 ഐറ്റം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും പുട്ടവിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചൂടുവെള്ളത്തിൽ നനയ്ക്കണം. ചൂടുവെള്ളത്തിലാകുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ചൂടുവെള്ളത്തിൽ മാവ് നനച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും കൂടി ചേർക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെ. അപ്പോൾ തേങ്ങ നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും പുട്ടും ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഒറ്റ കൈ കൊണ്ടിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ഇതും ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടിയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ ഇങ്ങനെ ആവി കയറുന്നുണ്ട്. അപ്പോൾ പുട്ട് ആവി കയറുന്നു. ഇത് ചിക്കൻ കറി വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ, എളുപ്പം ചിക്കൻ കറി വയ്ക്കാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് തക്കാളിയും സവാളയും കൂടി എടുത്ത് മിക്സിയിലോട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും. അപ്പോൾ പിന്നെ അരി കട്ട് ചെയ്യാനും ഒന്നിനും നിൽക്കില്ല, അരിയാനും ഒന്നിനും നിൽക്കത്തില്ല. പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് എന്തായാലും ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ വീത്തി അതിനകത്ത് ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടിയൊക്കെ ചോപ്പ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ മൊത്തം കൂടി ഇട്ടിട്ട് എണ്ണയിൽ വഴറ്റി എടുക്കുകയാണ്. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ചിക്കനും കൂടി ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഹാപ്പിയാണെന്ന് പറഞ്ഞില്ലേ. എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയെ കൊണ്ടുവരുന്ന ദിവസമാണ്. അപ്പം മോളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മോളുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ കാണും. അപ്പം അവളുമായിട്ട് ഇങ്ങനെ കളിയും ചിരിയും അങ്ങനെ അവളുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇന്ന് ഹാപ്പി ആയിട്ടുള്ള ദിവസം എന്നുള്ളത്. അവളെ കൊണ്ടുവന്നു, അവൾക്ക് സ്കൂൾ തുറക്കുന്ന ടൈമായല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കുണ്ട്. അപ്പോൾ എല്ലാം ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ്. ആളിന് ബുക്കും പെൻസിലും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാരിയെടുപ്പും കളറെടുപ്പും ഒരു ബഹളം തന്നെയാണ് വീട്ടിൽ. കുറേ സമയം അവളുമായിട്ട് കളിയും ചിരിയൊക്കെ ആയിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ആളിങ്ങനെ ലേസൊക്കെ തിന്നിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കളിയും ചിരിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ കൂടെ. തിന്നിറക്കിയിട്ടു അപ്പോൾ അങ്ങനെ മോള് ഇവിടെ ഇങ്ങനെ കളിയും ചിരിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുട്ടായിയൊക്കെ കഴിക്കുന്നു. കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ടോയ്സ് എല്ലാം എടുത്തിട്ടുള്ള കളിയാണ്. എല്ലാവരോടും കാര്യം പറഞ്ഞ് ഇങ്ങനെ ചിരിയായിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതാ കുറച്ച് സംഭവം കിട്ടിയിട്ടുണ്ട്. അതായത് പുളിഞ്ചിക്കയും കാരക്കയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കാരക്ക, പഴുത്ത കാരക്കയാണ്. പിന്നെ ഇതാ പുളിഞ്ചിക്കയുണ്ട്, സ്റ്റാർ പുളിഞ്ചി എന്ന് പറയും. ഇപ്പോൾ ഇത് ഇവിടെ വീട്ടിലുള്ളതല്ല, ഇത് നിജാസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ ഈ സംഭവം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കഴിക്കാൻ പോകും. അപ്പോൾ ഇതാ മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കഴിച്ച് നോക്കാം. ഇതാ എനിക്കിങ്ങനെ കണ്ടപ്പോൾ കൊതിയായി. ഞാൻ ഇങ്ങനെ വെച്ച് ഇതിനകത്ത് മുളക് പൊടിയും ഉപ്പും കൂടി വെച്ചിട്ട് കഴിച്ച് നോക്കി. ഭയങ്കരമായിട്ട് എരിയുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഒരു ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചിട്ട് ഞാൻ കഴിച്ചത്. പക്ഷേ മുളക് പൊടി നല്ല എരിവുള്ള പൊടിയായിരുന്നു. എന്തായാലും ഒരുപാട് നേരം ഞാൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി, അത്രയ്ക്ക് എരിയായിരുന്നു. പിന്നെ ഇതാ നമ്മളാ ഇഷുമോളും ജുമാനായും അക്കുവും കൂടിയൊക്കെ ഇതാ സ്കൂട്ടിയിൽ കയറി അവളെ കളിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അവൾക്ക് സ്കൂട്ടിയിൽ കയറി ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം, കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും മഴയായതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ അവളെ ഇങ്ങനെ കാർ പോർച്ചിനകത്ത് അവളെ ഇങ്ങനെ സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് കളിപ്പിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മോളും വാപ്പിയും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇഷു ഇഷു ഓക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാ ആളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച്, അപ്പോൾ അതെല്ലാം ബാഗിനകത്ത് പാക്ക് ചെയ്തിട്ട് അതും ഇങ്ങനെ തോളിൽ തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. മോളെ പേര് ഇഷു എന്ന് വിളിച്ചു വെച്ചാൽ ഇഷ സുൽത്താന എന്നാണ് മോളെ പേര്. അപ്പോൾ ഐഷു എന്ന് വിളിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ ബാഗൊക്കെ തൂക്കി കളിയും ചിരിയും പാട്ടുപാടലുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ പാട്ടുപാടലൊക്കെ ഞാൻ ഇട്ടനായിരുന്നു. പക്ഷേ ഇതിൽ വീഡിയോ ഓരോരുത്തർ മൊബൈലിൽ വീഡിയോയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പാട്ട് കേൾക്കുന്നത് കൊണ്ടും കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഇടാഞ്ഞത്. പിന്നെ ഇതാ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് എന്തായാലും കുറച്ച് മഴ തോന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ അങ്ങനെ എൻ്റെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ മക്കളെ നമുക്ക് വിശപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, സുഖമില്ലാത്തതുകൊണ്ടോ എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് അങ്ങനെ മേടിക്കത്തില്ല. അപ്പോൾ ഇതാ നൈറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്, അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്കിത് വിശപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഈ മാവൊന്ന് ചൂടുവെള്ളം വീട്ടിയിട്ട് കിണ്ടിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കിണ്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈസി ആയിട്ട് ഞാൻ കിണ്ടി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ മാവ് ഇങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇട്ടാക്കുന്നത് മാവിൽ. ഉണ്ടോ, ഈ ഒരു ഇതാക്കി കിണ്ടി വയ്ക്കുക. ഇതാ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി ഇട്ടുണ്ട്. ഒഴിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോസാണ്. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.